വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നെടിയിരുപ്പ് ചാരങ്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിന് നഗരസഭ അനുവദിച്ച് 25 ലക്ഷം രൂപ സാങ്കേതിക തടസ്സങ്ങൾ നീക്കി ഉടൻ ലഭ്യമാക്കാൻ നഗരസഭാ ഭരണസമിതി യോഗത്തിൽ തീരുമാനം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ സെക്രട്ടറിയെ യോഗം ചുമതലപ്പെടുത്തി. യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ UK മുഹമ്മദ് ഷാ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ ചാരങ്കുത്ത് LP സ്കൂളുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ കൗൺസിലിൽ ഒന്നാമത്തെ അജണ്ടയായി വന്നത്. ആ അജണ്ടയിൽ 12 കുറിപ്പുകൾ സെക്രട്ടറി എഴുതിയത് കൗൺസിൽ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ബാക്ക് ഫയൽ പരിശോധിച്ച് നോക്കിയപ്പം ഏറെക്കുറെ അതിൽ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നഗരസഭയിൽ നേരത്തെ സമർപ്പിച്ചതാണ്. പക്ഷേ സെക്രട്ടറി ഒരു പുതിയതായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സെക്രട്ടറി ആ ബാക്ക് ഫയൽ പൂർണ്ണമായും അറിയാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനതിൻ്റെ ബാക്ക് ഫയലൊക്കെ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ഇതിൽ വലിയൊരു സാങ്കേതികത്വമൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലായത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കൗൺസിൽ യോഗത്തിൽ വളരെ വിശദമായി ആ രേഖാമൂലം സമർപ്പിക്കുകയും സെക്രട്ടറി അവസാനം പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞാൽ ജോയിൻറ്റ് ഡയറക്ടർ ഒരു അനുമതി പത്രവും അതേപോലെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ഒരു ഒപ്പീനിയനും വേണം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം തരണക്കാണെങ്കിൽ ജോയിൻറ്റ് ഡയറക്ടർ നേരത്തെ തന്നെ സെക്രട്ടറിക്ക് ഇതിൻ്റെ 1/12/2025 കത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. സെക്രട്ടറി അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന രൂപത്തിൽ തന്നെയാണ് ആ കത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സാങ്കേതികത്വം ഇവിടെ ഇല്ല. സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ കത്തും നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇത് 9 അവകാശികളും മീനാക്ഷിക്കുട്ടി അമ്മയുടെ മക്കളായ 9 ആളുകളും ഇതിൻ്റെ അവകാശികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 9 അവകാശികളും രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിലൊരു സാങ്കേതികത്വമൊന്നുമില്ല. മാത്രമല്ല ഈ 9 പേരിലാണ് മോഹൻ എന്ന് പറയുന്ന ബാക്കി ഉള്ള 8 ആളുകളും അങ്ങനെ 9 ആളുകളുടെ പേരിലാണ് ഇതുവരെ നികുതി അടച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ അതിലാരെ സ്ഥലമാണ് എന്നുള്ള ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യം അതിലില്ല. ഏതായിരുന്നാലും ഇന്ന് കൗൺസിൽ യോഗം വളരെ വ്യക്തമായി അവസാനം ഇത് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇത് ഒരാഴ്ചക്കുള്ളിൽ ജോയിൻറ്റ് ഡയറക്ടറോട് അങ്ങനെ കത്ത് വാങ്ങണം എന്നുണ്ടെങ്കിൽ, അതേപോലെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ഒപ്പീനിയൻ വാങ്ങണം എന്നുണ്ടെങ്കിലും അതൊരാഴ്ചക്കുള്ളിൽ സെക്രട്ടറി അടിയന്തരമായി അവരെ ബന്ധപ്പെട്ട് ആ വിഷയങ്ങൾ പരിഹരിക്കുകയും 20 ദിവസത്തിനുള്ളിൽ ഇത് രജിസ്ട്രേഷൻ അടക്കം പൂർത്തീകരിച്ച് ഈ 2025-26 വാർഷിക പദ്ധതിയിൽ 25 ലക്ഷം രൂപ ഇതിന് വെച്ചിട്ടുണ്ട്, വകയിരുത്തിയിട്ടുണ്ട്. ആ 25 ലക്ഷം രൂപ ആ പാർട്ടിക്ക് കൈമാറാനും ഇന്ന് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇവരെ 2 വാർഡ് സമീപിച്ച് ജോയിൻറ്റ് ഡയറക്ടറുടെ കത്തും അതേപോലെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ഒപ്പീനിയവും ഒരാഴ്ചക്കുള്ളിൽ വാങ്ങിവെച്ച് ആ വിവരം ചെയർമാനെ അറിയിക്കണം എന്ന് വ്യക്തമായി ഇന്നും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 111 വർഷമായി വാടക കെട്ടിടത്തിലാണ് വിദ്യാലയം. ശോച്യാവസ്ഥയിലായ കെട്ടിടത്തിൽ 200ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. സ്വന്തമായി സ്ഥലമില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. ഇത് പരിഹരിക്കാനാണ് നാട്ടുകാരും രക്ഷിതാക്കളും സ്കൂൾ വികസന സമിതി രൂപീകരിച്ച് രംഗത്തിറങ്ങിയത്. ദേശീയപാതയോരത്തുള്ള സ്കൂളിന് 35 സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. 15 സെന്റ് സ്ഥലം ഉടമ സൗജന്യമായി നൽകി. ശേഷിക്കുന്ന 20 സെന്റ് സ്ഥലത്തിന് വില നൽകണം. അതിലേക്ക് 25 ലക്ഷം രൂപയാണ് നഗരസഭ നൽകുമെന്നറിയിച്ചിരുന്നത്. ഭരണസമിതി തുക പാസാക്കിയെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് Air1. Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ the most special person. So, love yourself, trust yourself and be proud of yourself because you are always special. Beauty Mark Gold and Diamonds, specially for you.